You can. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയത്തിലെങ്കിലും ഒന്ന് നേരത്തെ അലാറം വെച്ച് എണീച്ച് വിടായിരുന്നു. അത് അലാറം കേട്ടില്ല, എന്താ പറ്റി? ഇല്ല, അത് എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. രാവിലെ എണീറ്റ് വരണ്ടടാ. ഫ്രണ്ട്സ് ആരും കൊണ്ട് ഇവിടെ ഇറക്കി വിടാൻ? എൻ്റെ സിസ്റ്ററും ഫ്രണ്ടും വന്നായിരുന്നു. എന്നിട്ട് അവര് ഫ്ലൈറ്റ് മിസ്സായത് അറിയാതെ അവര് തിരിച്ചു പോയത്? അല്ല, അവരെ വിളിക്കാൻ നിങ്ങൾ സമയം തന്നില്ലല്ലോ. എന്നിട്ട് എന്താ അടുത്ത ഫ്ലൈറ്റ് കിട്ടിയോ? കിട്ടി. എനിക്കറിയായിരുന്നു. ഈ ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയാണ് കാണുന്നത്? ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ചന്ദ്രനും ചൊവ്വയും കടന്ന് ഏതോ യൂണിവേഴ്സിലെത്തിയായിരുന്നു. ഇപ്പം ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല ലൈഫായിരുന്നു. എനിക്ക് ബിഗ് ബോസിന് ശേഷം മലയാളത്തിൽ മാത്രം തെറി കേട്ടോണ്ടിരുന്ന എനിക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ തെറി കേൾക്കാനുള്ള ഒരു അവസരം കിട്ടി. ഇല്ല, ഞാൻ കമന്റ്സ് നോക്കാറില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തത്. ഡിപ്രഷൻ ലെവലിലൊക്കെ ആയിരുന്നു ആൾക്കാർ പറയുന്നില്ല, അതുള്ളതാ. അതെന്താന്ന് വെച്ചാല് സൈബർ ബുള്ളിങ് ആക്ച്വലി കുറച്ച് സീനാണ്. അത് നമ്മളിങ്ങനെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും സൈബർ ബുള്ളിങ് ആക്ച്വലി നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര കേസ് കൊടുത്താലും എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഇതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു പരിധി വരെ നമ്മളെ ബാധിക്കും. ജീവിതത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് പോയതെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? മണ്ടത്തരായിരുന്നു. എനിക്ക് എന്തിന്റെ അതങ്ങനെയാ, എല്ലിൻ്റെ ഇടയ്ക്ക് വരട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. തോന്നുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ വീഴാൻ കാത്തിരിക്കും ആൾക്കാർ. നമ്മളൊന്ന് വീഴണം, അപ്പം മനസ്സിലാവും ആരാണ് പുറകിൽ നിന്ന് കുത്താൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കുത്തിയ ആൾക്കാരൊക്കെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. കുത്തിയത് ആൾക്കാരാരാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ലെങ്കിലും ആരൊക്കെയാണ് ഫേക്ക് ആരൊക്കെയാണ് റിയൽ എന്ന് ഞാൻ തിരിച്ചറിയും. ഈ സമയത്ത് സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും എന്ന് നമ്മൾ അത് നമ്മളുടെ ലൈഫിൽ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും, ഇവരൊരിക്കലും നമ്മളെ വിട്ട് പോവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ, അവരുണ്ടായില്ല. പക്ഷെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ഒരു വീഴ്ചയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ബിഗ് ബോസിലെ ആൾക്കാർ എനിക്ക് ആകെ വളരെ കുറച്ച് ആൾക്കാരായിട്ട് പ്രവീണിന് ഞാൻ ആക്ച്വലി ഒന്നിച്ച് കയറിയത് പ്രവീണിൻ്റെ കൂടെ ആയിരുന്നു. എവിക്റ്റ് ആയതും എല്ലാം പ്രവീണിൻ്റെ കൂടെ ആയിരുന്നു, ഇവിടെ എത്തിയതും എല്ലാം. അപ്പോൾ പ്രവീൺ ആ ത്രൂ ഔട്ട് ഒരു ജേർണിയിൽ പ്രവീണിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ടുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് മസ്താനിന്റെ അതല്ല ഈ കുറെ ഫ്ലാഷ് ബാക്കിൽ ഫോട്ടോസും എല്ലാം AI ആണ്. ഒരു AI ജനറേറ്റഡ് സാധനങ്ങൾക്കും എന്റെ കരിയറിനെ നശിപ്പിക്കാനാവില്ല. അല്ല, കുറെ വോയിസ് ക്ലിപ്പും കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പൊ മസ്താനി അങ്ങനെ ഒരു ഗൂഢമായ കുറെ ആൾക്കാർ ആക്രമിക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. മസ്താനി നെവിനുമായിട്ട് ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? എനിക്ക് നെവിൻ ആക്ച്വലി ഇഷ്ടമാണ്. ആ ഹൗസിൽ നമുക്കൊരു സ്ട്രെസ് ബസ്റ്റർ നെവിനാണ്. കാരണം നെവിൻ ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നെവിൻ കാണിക്കുന്നതൊക്കെ റിയൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നെവിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിപ്പോ ഹൗസിൽ കയറിയാലേ എനിക്കറിയുള്ളൂ. ഞാൻ കയറുന്ന സമയത്ത് എല്ലാവരും മൈൻഡ് കണ്ടിരുന്നാലും ഞാൻ ചമ്മു. ഇപ്രാവശ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് PR എന്ന് പറയുന്നത്. അനുമോൾ തന്നെ പറഞ്ഞു 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടാണ് ബിഗ് ബോസ്. അപ്പോൾ മസ്താനിക്ക് PR 16 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോകില്ല. ഒന്നാമത് കാര്യം ഈ PR-ന്റെ ഇമ്പാക്ട് എത്രത്തോളം, ഈ ഷോയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? PR കൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ കൊടുക്കട്ടെ. പക്ഷെ PR എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരാളുടെ ഞാൻ PR കൊടുക്കുന്ന ആൾക്കാരെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അതാണ് പ്രശ്നം. PR കൊടുക്കാൻ കഴിവുള്ളവർ കൊടുക്കട്ടെ, അങ്ങനെ വോട്ട് കിട്ടുന്നവർക്ക് കിട്ടട്ടെ. അതാ ഓഫ്കോഴ്സ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള സീസൺസിൽ മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ ബിഗ് ബോസിൽ മത്സരിക്കുന്നത് PR ടീമായിരിക്കും. ഇപ്പൊ ബിഗ് ബോസിൽ പ്രണയ ജോഡി ഇല്ലല്ലോ. ആരാ? അത് അറിയില്ലടാ. കാണാറുണ്ട്, പക്ഷെ അത് റിജക്ട് ചെയ്തില്ലേ? അത് അനീഷേട്ടന്റെ വൺ വേ ലവ് അല്ലേ?
മസ്താനി ഇപ്പം ലക്ഷ്മി വന്ന ഫസ്റ്റ് വീക്ക് തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, കുറേ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് പോസിറ്റീവ് ഉണ്ടെങ്കിൽ കൂടി അപ്പോൾ നെഗറ്റീവ് രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആളാണ് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് പുള്ളിക്കാരിക്കുള്ള നെഗറ്റീവ് മസ്താനിയിലേക്ക് വന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു മുല്ലപ്പൂമ്പൊടി ചാരി കിടക്കും അങ്ങനെ എന്തോ ഉണ്ടല്ലോ, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ലക്ഷ്മി എനിക്ക് പേഴ്സണലി അറിയില്ലല്ലോ. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ലക്ഷ്മിനെ കാണുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എന്തോ എനിക്ക് നല്ല നെഗറ്റീവ്. എന്തുകൊണ്ട് ലക്ഷ്മിയുടെ കൂടെ കൂട്ടുകൂടി? അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോൾ വൈൽഡ് കാർഡ്സിന് അവർ പ്രത്യേകമായിട്ട് ഒരു ഡിസ്റ്റൻസ് വെക്കുമോ, പൊതുവെ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ. അവരെന്നെ ഓൾറെഡി ലൈവൊക്കെ കണ്ടാൽ അറിയാം. ആ സമയത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അങ്ങനെയൊക്കെ. അപ്പോൾ പൊതുവേ എനിക്ക് അവിടെ ആകെ കമ്പനി പ്രവീണും ലക്ഷ്മിയൊക്കെ ആയിരുന്നു, പിന്നെ നെവിൻ. അങ്ങനെ അധികം ആളുകൾ നമ്മളായിട്ട് ഇങ്ങനെ അടുക്കുന്നില്ല. പിന്നെ അടുത്ത് വരുമ്പോഴേക്കും ഞാൻ വിട്ടേ. ഈ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം തോന്നിയിട്ടുണ്ടായിരുന്നോ? അതായത് ലൈഫിൽ കുറച്ചുകൂടി എടുത്തുചാട്ടം അതൊക്കെ കുറക്കണം. പിന്നെ നമുക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തല തല്ലിപ്പൊളിക്കാൻ തോന്നും, പക്ഷെ നമ്മൾ ചെയ്യും. നമ്മളിങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ക്ഷമിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഈ മസ്താനിന്റെ പേര് ശരിക്കും ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. അതൊന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഇതിങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ല, പറഞ്ഞോളൂ പേരൊന്ന്. അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഞാൻ ബിഗ് ബോസില് ഈ സമയത്ത് പേരൊന്നും ഞാൻ ബിഗ് ബോസിൽ നമുക്ക് ഒരു ജീവിതകഥ പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ആക്ച്വലി എൻ്റെ പേര് അവിടെ പറഞ്ഞതാ. എൻ്റെ ഇപ്പൊ നിങ്ങളൊക്കെ എന്നോട് സരസമ്മ റിയൽ നെയിമിലേക്ക് തിരിച്ചു വരൂ എന്ന് പറയുമെങ്കിലും എൻ്റെ പേര് സരസമ്മ അല്ല, അൻവറ സുൽത്താൻ സലീം. ഇതാ നോക്ക്, ഞാൻ പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്. പുതിയ നെയിം ടാഗ് അടിച്ചാണോ? പുതിയ നെയിം ടാഗ് അടിച്ചു. സ്വന്തം പേരിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ സ്വന്തം പേര് അടിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി വരാൻ വേണ്ടി. മസ്താനിയോ? മസ്താനി നിട്ടത് അതെന്താ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചുമ്മായിട്ടാണ്. മസ്താനി ബിഗ് ബോസിൽ പോയതിനു ശേഷം ഉണ്ടായ പോസിറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ്? പോസിറ്റീവോ? അതെന്താ ചേട്ടാ പോസിറ്റീവ്? എന്താന്ന് വെച്ചാൽ പോസിറ്റീവ് അല്ല, നമുക്ക് കുറച്ച് റിയലൈസേഷൻസ് ഒക്കെ വന്നു ചെറുതായിട്ട്. പിന്നെ നമുക്ക് മനസ്സിലാവും ആൾക്കാരൊക്കെ. അത് ഏറ്റവും വലിയ ലൈഫ് ലെസൺ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നേ. അതാ ഞാൻ പറഞ്ഞത്. നമ്മള് ഇപ്പോ എനിക്ക് ഒരു കണ്ടസ്റ്റന്റ് ഔട്ട് ആവുന്ന സമയത്ത് കോഴ്സ് നമുക്ക് ഒരാൾ കുറയുന്നതിൽ ഹാപ്പി ആണല്ലോ. അപ്പം നമ്മളങ്ങനെ ഹാപ്പിനെസ് കാണിക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പം എന്ത് ഫീലിങ്സ് ആണെങ്കിലും അതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഈ പാറ പോലെ ഇരിക്കുന്ന അനീഷിനെ ഒന്ന് തണുപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞ അനീഷിന് അങ്ങനെ ഒരു സംഭവം തോന്നി? അനീഷ് ആക്ച്വലി നല്ല വ്യക്തിയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ അനീഷിന് ഒരു ഇഷ്ടം തോന്നാൻ അനുമോളൊരു കാരണമല്ലേ? അതെന്താ അറിയോ, സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തോന്നാം. അപ്പൊ നമുക്കത് ഫേക്ക് ആണോ അതും പറയാൻ പറ്റില്ല. മേ ബി അനുമോളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ആൾക്കൊരു റിലാക്സ്